ജില്ലകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീപിടിച്ചു. ആളപായമില്ല. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ വോട്ട് ചെയ്തത് 81.35% പേർ. തനിക്ക് 82,000-ലധികം വോട്ട് ലഭിക്കുമെന്ന് ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി PM മുഹമ്മദ് റിയാസ്. ഗൾഫ് യുദ്ധ പശ്ചാത്തലത്തിൽ വിമാനക്കൂലി അമിതമായി വർദ്ധിപ്പിച്ച് പ്രവാസികളെ കൊള്ളയടിക്കുന്നതിൽ മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രതിഷേധിച്ചു. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീപിടിച്ചു. ആളപായമില്ല. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. കോഴിക്കോട് മാങ്കാവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിന് തീപിടിച്ചു. അപകടത്തിൽ ആളപായമില്ല. ഉച്ച 2 മണിക്ക് കടുപ്പിനി റോഡിൽ വെച്ചാണ് സംഭവം. കോഴിക്കോട് നിന്ന് പെരുമണ്ണയ്ക്ക് പോകുന്ന ഗാലക്സി ബസ്സിനാണ് തീപിടിച്ചത്. CNG ഇന്ധനം ഉപയോഗിക്കുന്ന ബസ്സാണിത്. പുകയും തീയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഡ്രൈവർ വാഹനം നിർത്തി യാത്രക്കാരെ ഇറക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. നാട്ടുകാരും മീഞ്ചന്ത ഫയർഫോഴ്സും ചേർന്നാണ് തീ അണച്ചത്. ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ വോട്ട് ചെയ്തത് 81.35% പേർ. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും അന്തിമ വോട്ട് നില ലഭ്യമായപ്പോൾ കുന്നമംഗലം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 84.83% പേരാണ് കുന്നമംഗലം മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്. 83.77% പേർ വോട്ട് ചെയ്ത ബേപ്പൂരാണ് രണ്ടാമത്. കൊയിലാണ്ടിയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ്, 79.44%. നാദാപുരം, വടകര എന്നീ മണ്ഡലങ്ങളാണ് 80%-ൽ കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ മറ്റ് മണ്ഡലങ്ങൾ. 13,04,604 പുരുഷന്മാരും 13,64,182 സ്ത്രീകളും 31 ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടെ 26,68,817 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. ഇതിൽ 21,71,239 പേർ വോട്ട് രേഖപ്പെടുത്തി. 10,01,442 പുരുഷന്മാരും 11,69,785 സ്ത്രീകളും 12 ട്രാൻസ്ജെൻഡർ വ്യക്തികളുമാണ് വോട്ട് ചെയ്തത്. 100 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ നിന്നും ജനവിധി തേടിയത്. ആകെ 2,837 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിൽ പോസ്റ്റൽ വോട്ട് ചെയ്തത് 18,368 പേരാണ്. ഓരോ മണ്ഡലത്തിലെയും വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിലും കളക്ടറേറ്റിലെ ഡെസിഗ്നേറ്റഡ് വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിലുമായി അപേക്ഷ നൽകിയ 14,297 പേരിൽ 13,776 പേരും PVCകളിൽ അപേക്ഷ നൽകിയ 4,698 പേരിൽ 4,592 പേരുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 96.69% പോളിംഗ്. 85 വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കുമായി ജില്ലയിൽ ഒരുക്കിയ വീട്ടിൽ വോട്ട് സംവിധാനത്തിലൂടെ അപേക്ഷ നൽകിയ 19,043 പേരിൽ 18,451 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 96.89% പോളിംഗ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തനിക്ക് 82,000-ലധികം വോട്ട് ലഭിക്കുമെന്ന് ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി PM മുഹമ്മദ് റിയാസ്.
കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് ഇത്തവണ തിരുത്തുമെന്നും റിയാസ് പറഞ്ഞു. കുറച്ചുകൂടി പോളിംഗ് കൂടണമായിരുന്നു. 2021 നല്ല പോളിംഗ് ഉണ്ടായിരുന്ന മണ്ഡലമാണ്. 2026 SIR നിങ്ങൾക്കൊക്കെ അറിയാം, പട്ടിക ക്ലീനാക്കി, സ്വാഭാവികമായിട്ടും പെർസെൻറ്റേജ് വർദ്ധിക്കും. ആ ഒരു വർധനവ് ഇതിൽ കാണാനുണ്ട്. കുറച്ചുകൂടി 1-2% കൂടി പോളിംഗ് കൂടണമായിരുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ്. 100% പോളിംഗ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. 100% പേരും ഇവിടെ വോട്ട് ചെയ്താൽ അതിനനുസരിച്ച് ഗുണം കിട്ടും എന്ന് കരുതുന്നതാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അതിൽ ഉറച്ചു നിൽക്കുക. 2021 ബേപ്പൂർ നിയോജക മണ്ഡലം ഉണ്ടായതിനു ശേഷം ഏതെങ്കിലും ഒരു മുന്നണിക്ക് ടോട്ടൽ കിട്ടിയ വോട്ട് സർവകാല റെക്കോർഡായിരുന്നു 82,000. ആ റെക്കോർഡ് മറികടക്കും. 82,000 എന്ന ആ റെക്കോർഡ് മറികടന്ന് മികച്ച വിജയം LDF ബേപ്പൂരിലുണ്ട്. അല്ല, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നിങ്ങൾ ചിലര് എഴുതിയ കണ്ടു 82,000 ഭൂരിപക്ഷത്തിന് വിജയിക്കും. എന്ത് വിവരക്കേടാ പറയുന്നതെന്നൊക്കെ. അപ്പൊ സ്റ്റഡി ചെയ്ത് പറയണം. ഞാൻ പറഞ്ഞത് 82,000 എന്ന വോട്ടിനെ, സർവകാല റെക്കോർഡ് വോട്ടിനെ മറികടക്കും എന്നുള്ളതാണ്. അപ്പോൾ പലരും അങ്ങനെ പറഞ്ഞത് എന്ത് വിവരക്കേടാന്നൊക്കെ പറഞ്ഞു. വിവരക്കേട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആദ്യം മുതൽ അവസാനം വരെ ഡോക്യുമെന്റഡ് ആണ്. 82,000+ വോട്ട് നേടി സ്റ്റേറ്റിൽ LDF മികച്ച വിജയം ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഗാദി വിഷുമേള മിഠായി തെരുവ് ഗാദിഗ്രാം എംപോറിയത്തിൽ ഡാക്ക മസ്ലിൻ തുണിത്തരങ്ങൾ, സിൽക്ക് സാരികൾ, ചുരിദാർ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ധോത്തികൾ, ഉന്നനിറച്ച കിടക്കകൾ തുടങ്ങി വൈവിധ്യമാർന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട്. കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, 1000-ൽ പരം ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ, മൺപാത്രങ്ങൾ, അലങ്കാരച്ചെടികൾ, പച്ചക്കറി വിത്തുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്റ്റാർച്ചുകൾ തുടങ്ങിയവയും മേളയിലൂടെ ലഭിക്കും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ ക്രെഡിറ്റ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേളയ്ക്ക് ഏപ്രിൽ 14 സമാപനമാവും. ഗാദിഗ്രാം എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഗൾഫ് യുദ്ധ പശ്ചാത്തലത്തിൽ വിമാനക്കൂലി അമിതമായി വർദ്ധിപ്പിച്ച് പ്രവാസികളെ കൊള്ളയടിക്കുന്നതിൽ മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രതിഷേധിച്ചു. പ്രതിഷേധ ധർണ KN കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. 15,000 രൂപയ്ക്ക് ലഭ്യമാകേണ്ട വിമാന ടിക്കറ്റ് 1.5 ലക്ഷം രൂപ വരെ കരിഞ്ചന്ത വില നൽകിയാണ് യാത്രക്കാർ കേരളത്തിലേക്ക് എത്തുന്നതെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികൾ പറഞ്ഞു. കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾക്കും പുറത്തേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും ഭീമമായ തുക വിമാന ടിക്കറ്റിന് നൽകേണ്ടി വരുന്നത് കരിഞ്ചന്തയുടെ മറവിലാണെന്നും മലബാർ ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികൾ പറഞ്ഞു. പ്രവാസികൾക്കെതിരായി നടക്കുന്ന ഈ കൊള്ളയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാനാണ് മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. സാംസ്കാരിക പ്രവർത്തകൻ KN കുഞ്ഞഹമ്മദ് ധർണ ഉദ്ഘാടനം ചെയ്തു. വിമാന കമ്പനികളുടെ അണിയറയിൽ സാമ്രാജ്യത്വ ശക്തികളുടെ നേതൃത്വമാണ് പ്രവർത്തിക്കുന്നതെന്നും കണ്ണിൽ ചോരയില്ലാത്ത കറുത്ത ശക്തികളാണ് പ്രവാസി യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസി സമൂഹത്തോട് ജനായത്തപരമായ കാഴ്ചപ്പാട് പുലർത്താൻ അധികാരികൾ നേതൃത്വപരമായ പങ്കുവഹിക്കണമെന്നും MDF പ്രസിഡന്റ് KM ബഷീർ അധ്യക്ഷനായിരുന്നു. നവാസ് പൂനൂർ മുഖ്യപ്രഭാഷണം നടത്തി.
ജനറൽ സെക്രട്ടറി ഖൈസ് അഹമ്മദ്, അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ, CH നാസർ ഹസൻ, KB ഇസ്ഹാഖ്, സഹീർ അലി കോളിയോട്ട് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മ്യൂസിക് തെറാപ്പിയിലൂടെ പുതുജീവനേകി രാഗരഞ്ജിനി സെന്റർ ഫോർ മ്യൂസിക് തെറാപ്പി ഒരുങ്ങി. ഉദ്ഘാടനം ഏപ്രിൽ 12 നടക്കും. ഡിഫറെന്റ്ലി ഏബിൾഡ് കിഡ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു മ്യൂസിക് തെറാപ്പി സെന്റർ, മ്യൂസിക് തെറാപ്പിക്ക് മാത്രം ആയിട്ടൊരു സെന്റർ എന്നുള്ള സ്വപ്നത്തിന്റെ പിറകെയായിരുന്നു. അപ്പോൾ അത് നാളെ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യാണ്. രാഗരഞ്ജിനി, അതാണ് സെന്ററിന്റെ പേര്. ഇവിടെ കോഴിക്കോട് കാരപ്പറമ്പിലാണ്. ഇങ്ങനെ ഒരു സെന്റർ കേരളത്തിൽ ആദ്യമായിട്ടാണ്. കാരണം മ്യൂസിക് തെറാപ്പി മാത്രം, വേറെ തെറാപ്പികളൊന്നും അവിടെ ഇല്ല. മ്യൂസിക് നോർമൽ ആൾക്കാരെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു സെന്ററും അല്ല. മ്യൂസിക്കിനെ തെറാപ്യൂട്ടിക് വേയിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് കിഡ്സിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, അവരുടെ ഓരോ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക മ്യൂസിക്കിന്റെ എല്ലാ എലമെന്റ്സും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ അതർ മെഡിക്കൽ കണ്ടീഷൻസിനുള്ള മ്യൂസിക് തെറാപ്പിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡിഫറെന്റ്ലി ഏബിൾഡ് കിഡ്സിലാണ്. 2026 ഫെബ്രുവരിയിൽ പ്രവർത്തനം ആരംഭിച്ച രാഗരഞ്ജിനി സെന്റർ ഫോർ മ്യൂസിക് തെറാപ്പിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഏപ്രിൽ 12 ഞായറാഴ്ച പകൽ 12 നടക്കും. സംഗീത സംവിധായകൻ തേജ് മെർവിനാണ് സെന്റർ നാടിന് സമർപ്പിക്കുക. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രാധാന്യം നൽകിയുള്ള ഒരു സ്പെഷ്യൽ മ്യൂസിക് തെറാപ്പി സെന്റർ എന്ന ആശയമാണ് രാഗരഞ്ജിനി സെന്റർ ഫോർ മ്യൂസിക് തെറാപ്പിയിലൂടെ കേരളത്തിൽ ആദ്യമായി സഫലമാകുന്നത്. പരമ്പരാഗത രാഗ തെറാപ്പി മുതൽ വിവിധ മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ വരെ ഉപയോഗിച്ച് സംഗീതത്തിന്റെ എല്ലാവിധ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കുകയാണ് സെന്ററിന്റെ പ്രവർത്തന രീതിയെന്ന് ഫൗണ്ടർ PR രഞ്ജിനി വർമ്മ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തളി മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി ഭജനോത്സവം ആരംഭിച്ചു. പ്രശസ്ത ഭജന വിദ്വാൻ അനന്ത സുബ്രഹ്മണ്യ ഭാഗവതർ ഉദ്ഘാടനം ചെയ്തു. ചെന്നൈ ഗായത്രി മഹേഷും സംഘവും അവതരിപ്പിച്ച ഗണപതി ധ്യാനം, അയ്യപ്പ ധ്യാനം, എറണാകുളം രാജീവ് രാമകൃഷ്ണന്റെയും സംഘത്തിന്റെയും രാമർ ധ്യാനം, കൽപ്പാത്തി ഹരിഹര ഭാഗവതരൻ പാർട്ടിയുടെ സമ്പ്രദായ ഭജന, തൃപ്പൂണിത്തുറ പൂർണിമ ശ്രീകാന്താൻ പാർട്ടിയുടെ ഹരികഥ, ഗുരുവായി അരുൾവായി എന്നിവയാണ് ഭജനോത്സവത്തിന്റെ ഭാഗമായി നടന്നത്. ഭജനോത്സവം ഏപ്രിൽ 12 വരെ തുടരും. ശനേശ്വര നവഗ്രഹ ക്ഷേത്രമായ കോഴിക്കോട് തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തളി മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായാണ് ഭജനോത്സവം ആരംഭിച്ചത്. പ്രശസ്ത ഭജന വിദ്വാൻ അനന്ത സുബ്രഹ്മണ്യ ഭാഗവതർ ഭജനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. ഗാദി വിഷുമേള മിഠായി തെരുവ് ഗാദിഗ്രാം എംപോറിയത്തിൽ ഡാക്ക മസ്ലിൻ തുണിത്തരങ്ങൾ, സിൽക്ക് സാരികൾ, ചുരിദാർ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ധോത്തികൾ, ഉന്നനിറച്ച കിടക്കകൾ തുടങ്ങി വൈവിധ്യമാർന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട്. കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, 1000-ൽ പരം ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ, മൺപാത്രങ്ങൾ, അലങ്കാര ചെടികൾ, പച്ചക്കറി വിത്തുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്റ്റാർച്ചുകൾ തുടങ്ങിയവയും മേളയിലൂടെ ലഭിക്കും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ ക്രെഡിറ്റ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേളയ്ക്ക് ഏപ്രിൽ 14 സമാപനമാവും. ഗാദിഗ്രാം എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷന്റെ ബിഷക് രത്ന പുരസ്കാരം ഡോക്ടർ TK പ്രദോഷ് ഗംഗാധരന്. കോഴിക്കോട് ഇക്ര ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ എൻഡോക്രിനോളജി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമാണ് ഡോക്ടർ TK പ്രദോഷ് ഗംഗാധരൻ. പ്രമേഹ രോഗ ചികിത്സാ രംഗത്ത് ഡോക്ടർ TK പ്രദോഷ് ഗംഗാധർ നൽകിയ സേവനങ്ങളെ മുൻനിർത്തിയാണ് പുരസ്കാരത്തിന് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. ഹൈപ്പോനാട്രീമിയ, തൈറോയ്ഡ് രോഗങ്ങൾ, മെറ്റബോളിക് ബോൺ ഡിസോർഡേഴ്സ്, ഡയബറ്റീസ് തുടങ്ങിയ വിഷയങ്ങളിൽ നിരവധി പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വിവിധ ദേശീയ അന്തർദേശീയ ജേണലുകളിൽ അദ്ദേഹത്തിന്റെ ഗവേഷണ ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കോഴിക്കോട് അതിരാത്രത്തിലെ വിദ്വൽ സദസ്സിൽ ഏപ്രിൽ 19 പുരസ്കാരം സമ്മാനിക്കും. 11,111 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഏപ്രിൽ 17 മുതൽ 26 വരെ കോഴിക്കോട് കക്കോടി ഒറ്റത്തെങ്ങിലെ വേദമഹാമന്ദിരത്തിലാണ് അതിരാത്രം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. ചിത്രകാരനും ശില്പിയും ഫോട്ടോഗ്രാഫറും കലാ അധ്യാപകനുമായ RK ചന്ദ്രബാബുവിന്റെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. പറക്കുന്ന ജീവിതത്തിലെ കറുത്ത കല്ലുകൾ എന്ന പേരിൽ യാത്രാ അനുഭവങ്ങളെ പ്രമേയമാക്കിയ 50ഓളം അക്രിലിക് ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. കൊച്ചി സ്വദേശിയായ ചന്ദ്രബാബു തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ അധ്യാപകനാണ്. ചിത്രരചനയിൽ ഒട്ടേറെ ബഹുമതികൾ നേടിയിട്ടുണ്ട്. ദേശീയ രാജ്യാന്തര ക്യാമ്പുകളിലും പങ്കെടുത്തിട്ടുണ്ട്. നമ്മളൊരു സാധാരണ മനുഷ്യൻ സഞ്ചരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പം അവരുടെ പലരുടെയും സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സ്വപ്നങ്ങൾക്കൊരു ചായം കൊടുക്കുകയാണ് ഈ ഒരു കഥയിലൂടെ. കാരണം പല ചിത്രങ്ങൾക്കും പല കഥകളുണ്ട്. ആ കഥകളാണ്, അത് ക്രിയേറ്റീവ് ആർട്ടായിട്ടാണ്. അത് ചിലർ രേഖകൾ ഉപയോഗിച്ച്, വർണ്ണങ്ങൾ ഉപയോഗിച്ച്, അതിൻ്റെ താളങ്ങൾ, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ മ്യൂസിക് വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുക, 3-4 മിനിറ്റ് കൊണ്ട്. ഇതൊക്കെ അങ്ങനെയുള്ള ചില വർക്കുകളിൽ പെടുന്നതാണ്. വളരെ സ്പീഡിൽ കൈകൊണ്ട് പെയിൻറ്റ് ചെയ്യുക. ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറക്കുന്ന ജീവിതത്തിലെ കറുത്ത കല്ലുകൾ എന്ന പ്രദർശനം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും നല്ല കാഴ്ചക്കാരുണ്ട്, ആസ്വാദകരുണ്ട്. കോഴിക്കോട് പ്രത്യേകിച്ചും എന്താ പറയുക, ആസ്വാദകർ നിന്ന് ചിത്രം കാണുന്നവരുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ദിവസത്തെ പ്രദർശനം ആർട്ടിസ്റ്റ് മദനൻ, കലാസംവിധായകൻ സന്തോഷ് രാമൻ, ചിത്രകാരിയും ക്യൂറേറ്ററുമായ മാലിനി മേനോൻ, ചിത്രകാരൻ NN സജീവൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗാനരചയിതാവ് ഹമീദ് ശിവപുരത്തിനെ ആദരിച്ചു. ചടങ്ങ് സുബൈർ കാഞ്ഞിരമുക്ക് ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരി ശിവപുരം നിമിഷ കവിയും ഗായകനുമായ ഹമീദ് ശിവപുരത്തിനെ കേരള മാപ്പിളകലാ അക്കാദമിക്ക് നാമം നൽകിയ ദിനത്തിൽ കേരള മാപ്പിളകലാ അക്കാദമി ദേശീയ ജനറൽ സെക്രട്ടറി ഹാജി കുന്നമംഗലം CK ആലിക്കുട്ടി സാഹിബ് പൊന്നാട, മരതക മോതിരം, മാണിക്യക്കല്ല്, ഷീൽഡ്, സർട്ടിഫിക്കറ്റ് എന്നിവ നൽകി ആദരിച്ചു.
കൂടാതെ അമീൻ ബാപ്പുകി തങ്ങൾ കൊയിലാണ്ടി, ബാപ്പി തങ്ങളുടെ സഹോദര പുത്രനാണ് അൽ അമീൻ ബാപ്പുകി തങ്ങൾ കൊയിലാണ്ടി. അദ്ദേഹം പാടിയ എൻ്റെ ഒരു 2 പാട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ രചനകളിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത് ഒന്ന് ഹബീബായ നബിയുടെ വഫാത്തിനെ കുറിച്ചാണ്, ഒന്ന് നബി വഫാത്തായതിനു ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എൻ്റെ തങ്ങൾ മരിച്ചിട്ടില്ല, എൻ്റെ തങ്ങൾ മരിച്ചു എന്ന് പറയുന്നവരെ ഞാൻ വധിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞ് രോഷാകുലനാകുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ആറ്റൽ റസൂലുള്ള പിരിഞ്ഞ കാലം ആ നാട് ഒരുപോലെ കരഞ്ഞ നേരം എന്ന ഒരു പാട്ടാണ്. പിന്നെ ഒന്ന് താഹാ റസൂലുള്ള കിടപ്പിലാണ്, ദേഹം പഠിച്ചൂടി തളർച്ചയാണ് എന്ന പാട്ടാവുന്നത്. ഇതൊക്കെ എൻ്റെ മനസ്സിനെ എപ്പോഴും പൊള്ളിച്ച ഓരോരോ സംഭവങ്ങളാണ് എൻ്റെ പാട്ട് മുഴുവൻ. ഞാൻ എഴുതുന്ന ഓരോ പാട്ടുകളും എൻ്റെ മനസ്സിനെ പൊള്ളിക്കുന്ന കാര്യങ്ങൾ ആണ് എൻ്റെ പാട്ടുകളും കവിതകളും ഒക്കെ കഥകളും ഒക്കെ തന്നെ. ദേശീയ പ്രസിഡന്റ് ഹാജി TP അബ്ദുള്ള അധ്യക്ഷനായ സദസ്സ് സുബൈർ കാഞ്ഞിരമുക്ക് ഉദ്ഘാടനം ചെയ്തു. ഫസൽ കൊടുവള്ളി സ്വാഗതവും ഹൻസിൽ കാട്ടൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീപിടിച്ചു. ആളപായമില്ല. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ വോട്ട് ചെയ്തത് 81.35% പേർ. തനിക്ക് 82,000-ലധികം വോട്ട് ലഭിക്കുമെന്ന് ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി PM മുഹമ്മദ് റിയാസ്. ഗൾഫ് യുദ്ധ പശ്ചാത്തലത്തിൽ വിമാനക്കൂലി അമിതമായി വർദ്ധിപ്പിച്ച് പ്രവാസികളെ കൊള്ളയടിക്കുന്നതിൽ മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രതിഷേധിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.